ആകാശം നിശ്ശബ്ദമായിരുന്നു. നക്ഷത്രങ്ങൾ പോലും മിണ്ടാതെ നിന്ന ഒരു രാത്രി. എവിടെയോ കൈലാസത്തിന്റെ മുകളിൽ പരമശിവൻ ധ്യാനത്തിൽ ലയിച്ചിരുന്നു. ആ രാത്രിക്ക് ഒരു പേരുണ്ടായിരുന്നു, ശിവരാത്രി. പക്ഷേ ആ രാത്രി വെറുമൊരു ദിവസം മാത്രമായിരുന്നില്ല. അത് മനുഷ്യൻ തന്നിലേക്ക് തിരിഞ്ഞു നോക്കിയ ഒരു രാത്രിയായിരുന്നു. ഈ കഥ ഒരു രാജാവിൻ്റെയോ ഒരു ഋഷിയുടെയോ അല്ല, ഒരു സാധാരണ മനുഷ്യന്റെ കഥയാണ്. അവൻ സന്തോഷം തേടി, വിജയം തേടി, ശാന്തി തേടി പല ദൈവങ്ങളുടെ വാതിൽക്കൽ ചെന്നു. എന്നിട്ടും അവന്റെ മനസ്സിൽ ഒരു ശൂന്യത. ഒരു രാത്രി അവനൊരു വൃദ്ധനെ കണ്ടു. വൃദ്ധൻ ചോദിച്ചു, "നീ ശിവനെ തേടിയിട്ടുണ്ടോ?" "നാളെ ശിവരാത്രിയാണ്," വൃദ്ധൻ പറഞ്ഞു. "ഈ രാത്രി ശിവൻ മനുഷ്യന്റെ ഉള്ളിലേക്ക് നോക്കും. നീ ഒന്നും ചോദിക്കണ്ട, ഒന്നും ആവശ്യപ്പെടണ്ട. ഒറ്റ കാര്യം മാത്രം ചെയ്യൂ, നിശ്ശബ്ദനാകൂ." അവൻ ആ രാത്രി ഭക്ഷണമൊഴിവാക്കി, ശബ്ദങ്ങൾ ഒഴിവാക്കി, കോപം പോലും ഒഴിവാക്കി. അവൻ വ്രതമെടുത്തു. ശൈലത്തമല്ല, മനസ്സിനായി. വിശപ്പുണ്ടായി, ദാഹം വന്നു. പക്ഷേ അതിലും ശക്തമായിരുന്നു അവന്റെ ചിന്തകൾ. അവൻ മനസ്സിൽ പറഞ്ഞു, "ശിവ, ഇന്ന് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. എന്നെ മാത്രം ഞാൻ കാണാൻ അനുവദിക്കണേ." അവൻ ഓം നമഃ ശിവായ പതുക്കെ ജപിച്ചു. ഓരോ ജപത്തിലും അവന്റെ ഉള്ളിലെ ശബ്ദങ്ങൾ മൗനമായി. രാത്രി നീണ്ടു. ഉറക്കം അവനെ വിളിച്ചു. പക്ഷേ അവൻ ഉണർന്നിരുന്നു. ദീപത്തിന്റെ ചെറുജ്വാലയിൽ അവൻ ശിവനെ കണ്ടു. കോപമില്ലാത്ത കണ്ണുകൾ, അഹങ്കാരമില്ലാത്ത മുഖം, ശാന്തിയുടെ ആകാരം. അവൻ മനസ്സിലാക്കി, ശിവൻ പുറത്തല്ല, ഉള്ളിലാണെന്ന്. രാത്രി 4 ഭാഗങ്ങളായി പിരിഞ്ഞു. ഓരോ യാമത്തിലും അവൻ ഒരു കാര്യം വിട്ടു. 1-ാം യാമം അഹങ്കാരം, 2-ാം യാമം ദേഷ്യം, 3-ാം യാമം ഭയം, 4-ാം യാമം ആഗ്രഹങ്ങൾ. അവൻ ശിവനെ പൂജിച്ചത് പാലും തേനും കൊണ്ടല്ല, വിട്ടുകളയലുകൾ കൊണ്ട്. പുലരി വന്നപ്പോൾ അവൻ ക്ഷീണിതനായിരുന്നു, പക്ഷേ ശാന്തനായിരുന്നു. അവൻ മനസ്സിലാക്കി, വ്രതമെന്നത് വിശപ്പുള്ള ശരീരമല്ല, ഉണർന്ന മനസ്സാണ്. അവൻ ആ ദിവസം ഭക്ഷണം കഴിച്ചു. പക്ഷേ ആദ്യമായി അവന്റെ മനസ്സ് തൃപ്തമായി. ശിവരാത്രി വ്രതം നമ്മളോട് ചോദിക്കുന്നത് ഒറ്റ കാര്യം: ഒരു രാത്രി നിനക്ക് നിന്നോടൊപ്പമിരിക്കാമോ? നിങ്ങൾക്ക് കഴിയുന്നത്ര ലളിതമായി, സത്യസന്ധമായി. ശിവൻ അതു മതി എന്ന് പറയുന്നു. ഓം നമഃ ശിവായ. ഈ കഥ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണർത്തിയെങ്കിൽ ലൈക്ക്, ഷെയർ, സർഗ സ്റ്റോറീസ് സബ്സ്ക്രൈബ്. കാരണം കഥകൾ മാത്രമല്ല, ബോധം ഇവിടെ പങ്കിടപ്പെടുന്നു.